നമസ്കാരം. യൂണിവേഴ്സൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +2 കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് കണ്ടത്. ഇന്ന് അതിനെ തുടർന്നുള്ള ഭാഗങ്ങളാണ് പറയുവാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ് ആണ് പഠിച്ചത്. ഇപ്പോൾ പറയാൻ പോകുന്നത് അതിൽ ക്രിസ്റ്റലൈനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓരോ ക്ലാസിഫിക്കേഷനും അതിൻ്റേതായ ഒരു കാരണം ഉണ്ടായിരിക്കും. ക്രിസ്റ്റലൈനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ, അതായത് എല്ലാ സോളിഡിലും കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിളുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം, അതല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആവാം, അതുമല്ലെങ്കിൽ ആറ്റംസ് ആവാം. ഈ പാർട്ടിക്കിളുകളെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ വീണ്ടും 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മോളിക്കുലാർ, 2 അയോണിക്, 3 കോവാലന്റ്, 4 മെറ്റാലിക്. മോളിക്കുലാർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്തെ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആയിരിക്കും. മോളിക്യൂളുകളെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാണ്ടർവാൾസ് ഫോഴ്സാണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വാണ്ടർവാൾസ് ഫോഴ്സ് 4 ടൈപ്പിലുണ്ട്. അതിലിവിടെ വീണ്ടും ആ ഫോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ മോളിക്കുലാറിനെ 3 ക്ലാസിഫിക്കേഷനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. നോൺ പോളാർ വരുമ്പോൾ അവയ്ക്കിടയിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് ആയിരിക്കും. പോളാറിൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടഡിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഇവരിൽ നോൺ പോളാറും പോളാറും പരിഗണിച്ചാൽ അവയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടഡിന് ഒരു പ്രത്യേകത മാത്രം മാറ്റമാണ്, ഹാർഡാണ്, ബാക്കി ഇൻസുലേറ്റർ ആണ്. അതുപോലെ തന്നെ അവ ലോ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നു. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടഡിന് എക്സാമ്പിൾ ഐസ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിളുകൾ അത്യാവശ്യം നോക്കി വയ്ക്കുക. നോൺ പോളാറിന് എക്സാമ്പിൾ വരുമ്പോൾ, നോൺ പോളാർ എന്ന് പറയുമ്പോൾ ഡയാറ്റോമിക് ആയിട്ടുള്ളവയും ആർഗൺ നോബിൾ ഗ്യാസസിൽ പെടുന്നവരെയാണ്. അപ്പോൾ ആർഗൺ അതിൽ ഉൾപ്പെടുന്നത് Cl2, H2, I2 ഇതൊക്കെ ഏതിൽ പെടുന്നു? നോൺ പോളാറിൽ ഉൾപ്പെടുന്നു. ഇനി പോളാർ വരുമ്പം HCl, SO2 ഒക്കെ പോളാറാണ്. ഹൈഡ്രജൻ ബോണ്ടഡിന് ഒരൊറ്റ എക്സാമ്പിളെ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ, അത് ഐസ് ആണ്. അപ്പോൾ ഐസ് എന്ന് പറയുമ്പോൾ ഹാർഡാണല്ലോ. രണ്ടാമത്തേത് അയോണിക്. അയോണിക് സോളിഡിനെ സംബന്ധിച്ച് അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് അയോണുകളായ അതിനുള്ളിലുള്ളത് അവയെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളോംബിക് ഫോഴ്സ് എന്ന് പറയും. അത്യാവശ്യം നല്ല ബലമുണ്ട് ഇവർക്ക്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടുകളെ സംബന്ധിച്ച് ഒരു ഹാർഡായിരിക്കും. ഈ സോളിഡ് ഹാർഡായിരിക്കും, അതുപോലെ ബ്രിട്ടിലായിരിക്കും, പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇതൊക്കെ ഇവയുടെ പ്രത്യേകതകളാണ്. എല്ലാ മെറ്റൽ കോമ്പൗണ്ടുകളും ഇതിന് എക്സാമ്പിളായിട്ട് വരും. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് ഇവയൊക്കെ എക്സാമ്പിൾ. അപ്പോൾ മെറ്റൽ കോമ്പൗണ്ടുകൾ കാണുമ്പോൾ ഓർക്കുക ദേ ആർ അയോണിക് സോളിഡ്. നെക്സ്റ്റ് മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് കോവാലന്റ്. കോവാലന്റിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ആറ്റംസ് ആയിരിക്കും. ആറ്റംസിനെ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിൻ്റെ പേര് കോവാലന്റ് ബോണ്ടിങ് ആണ്. ഇവയെ സംബന്ധിച്ച് ഇവ ഇൻസുലേറ്റർ ആയിരിക്കും, പക്ഷേ ഹാർഡാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കും. ഇതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് എക്സെപ്ഷൻ ഉണ്ട്, അതായത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് മാത്രം കണ്ടക്ടറാണ്, ബാക്കി എല്ലാവരും ഇൻസുലേറ്ററാണ്. ഡയമണ്ട്, സിലിക്ക, സിലിക്കൺ കാർബൈഡ് ഇവയൊക്കെ കോവാലന്റിന് എക്സാമ്പിളാണ്. അടുത്തത് ലാസ്റ്റ് വൺ മെറ്റാലിക്. എന്താണ് മെറ്റാലിക്കിൻ്റെ പ്രത്യേകത? മെറ്റാലിക് എന്ന് കേൾക്കുമ്പോൾ അറിയാം മെറ്റൽസ് ആണ് അവയുടെ എക്സാമ്പിൾ തന്നെ. അവയ്ക്കിടയിലെ ബോണ്ട്, അവയ്ക്കിടയിൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് അയോൺസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇലക്ട്രോണുകളാണ്, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് അവയുടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇവരെ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ബോണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ബോണ്ടായിരിക്കും. ഇവയെ സംബന്ധിച്ച് മെറ്റലിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അതായത് ഡക്റ്റൈലാണ്, മാലിബിളാണ്, അതുപോലെ തന്നെ കണ്ടക്റ്റേഴ്സാണ്. ഏതവസ്ഥയിലും കണ്ടക്ട് ചെയ്യും. അയോണിക് സോളിഡിനെ സംബന്ധിച്ച് അവ കണ്ടക്ട് ചെയ്യുന്നത് അക്വസോ മോൾട്ടണോ വരുമ്പോഴാണ്. അത് സ്പെഷ്യലായ ഒരു കാര്യമാണ്. അയോണിക് സോളിഡ് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യുകയല്ല അയോണിക് സോളിഡ്. എന്നാൽ മെറ്റാലിക് സോളിഡ് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അവ
കണ്ടക്ട് ചെയ്യും. ഓൾ മെറ്റൽസ് ആർ എക്സാമ്പിൾ. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇനിയും പറയുന്നത് യൂണിറ്റ് സെൽ ആൻഡ് ക്രിസ്റ്റൽ ലാറ്റിസ്, അതായത് സോളിഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കയറുകയാണ്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, യൂണിറ്റ് സെൽ എന്താണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ്. എന്താണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസ്? ഇതിനെ നമുക്കൊരു ഭിത്തിയോട് കമ്പയർ ചെയ്യാം. ഒരു ഭിത്തി ഉണ്ടാകണമെങ്കിൽ ഇഷ്ടികകൾ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് നമ്മൾ ചേർത്ത് വയ്ക്കണം എന്ന് പറഞ്ഞതുപോലെ യൂണിറ്റ് സെല്ലുകൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്നതിനൊരു ഡെഫിനിഷനാണ് റെഗുലർ 3 dimensional arrangement of point in a space. Regular 3 dimensional arrangement of point in a space is termed as crystal lattice. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഈ ലാറ്റിസിലെ ഓരോ പോയിന്റിനെയും ലാറ്റിസ് പോയിന്റ് എന്ന് പറയും. ഈച്ച് പോയിന്റ് ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് നോൺ ആസ് ലാറ്റിസ് പോയിന്റ്. ലാറ്റിസ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മുഖേനയാണ്. ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻ. ലാറ്റിസ് പോയിന്റ്സിൽ ഓരോ പാർട്ടിക്കിളെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈച്ച് ലാറ്റിസ് പോയിന്റ് കണ്ടെയ്ൻ ഓൺലി 1 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ. ഈ 3 പോയിന്റുകൾ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഈച്ച് പോയിന്റ് ലാറ്റിസ് പോയിന്റ് ആണ്. ലാറ്റിസ് പോയിന്റിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളെ ഉണ്ടാവും. ലാറ്റിസ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ്. ഇനി എന്താണ് ബ്രേവിയസ് ലാറ്റിസ്? അദ്ദേഹം ഒരു മതമാറ്റീഷ്യനാണ്. അദ്ദേഹം ക്രിസ്റ്റൽ ലാറ്റിസുകളുടെ അവരുടെ അറേഞ്ച്മെൻറ്റിനെ 14 തരത്തിലാക്കി വെച്ചു. അതുകൊണ്ട് 14 പോസിബിൾ ക്രിസ്റ്റൽ ലാറ്റിസസ്, 14 തരത്തിലുള്ള സാധ്യമായ ക്രിസ്റ്റൽ ലാറ്റിസസിനെ ബ്രേവിയസ് ലാറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രേവിയസ് ലാറ്റിസ്. യൂണിറ്റ് സെൽ എന്താ? യൂണിറ്റ് സെൽ മുമ്പേ പറഞ്ഞതുപോലെ കട്ടകൾക്ക് തുല്യമാണ്, ബ്രിക്സിന് തുല്യമാണ്. ഓരോ ചെറിയ പോർഷൻസ് ചേർന്നാണ് ഒരു വലിയ ഭിത്തിയായത്. ഒരു കട്ടകൾ ചേർത്ത് വെച്ചാണ് ഭിത്തിയാക്കിയത് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ്. സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ്. യൂണിറ്റ് സെല്ലുമായി ബന്ധപ്പെട്ട അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ അറിയുവാനുണ്ട്. അതിലൊന്ന് യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് മെഷർമെൻറ്റ്സ്. അതേതൊക്കെയാണ്? ഒന്ന്, അവയുടെ എഡ്ജ് ലെങ്ത്. യൂണിറ്റ് സെല്ലിനെ ഞാനൊന്ന് വരയ്ക്കാം. ഇതാണ് ഒരു യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഇതെടുത്ത് കഴിഞ്ഞു. ഇവിടെ ഇങ്ങോട്ട് 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 ഈ 3 വരകളുണ്ട്. ഇതിലൊന്നിനെ എ എന്നും ബി എന്നും സി എന്നും കൊടുക്കും. നമുക്ക് എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നതിന് പകരം ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് ഉപയോഗിക്കാം. ആക്സിയൽ ഡിസ്റ്റൻസ് എ, ബി, സി. അതുപോലെ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ, ആക്സിയൽ ആംഗിൾസ് എന്ന് പറയും. എക്കും ബിക്കും ഇടയിൽ ഗാമ, ബിക്കും സിക്കും ഇടയിൽ ആൽഫ, എക്കും സിക്കും ഇടയിൽ ബീറ്റ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ എന്നിവയായിരിക്കും ആക്സിയൽ ആംഗിൾസ്. ഇത് പാരാമീറ്റേഴ്സ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അടുത്തത് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എല്ലാ ക്ലാസിഫിക്കേഷനും ഒരു കാരണം ഉണ്ടാകുമല്ലോ. ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ്റെ കാരണം യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഓൺ ദി ബേസിസ് ഓഫ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ സ്ഥാനമനുസരിച്ച് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വിച്ച് ആർ they are primitive. Primitive is also termed as simple. Primitive എന്നും സിമ്പിൾ എന്നും പറയാം. രണ്ടാമത്തേത് സെൻറ്റേഡ്. സെൻറ്റേഡ് എന്നത് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻറ്റേഡ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. 2 ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. 3 എൻഡ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെല്ലിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. 1 പ്രിമിറ്റീവ്, 2 സെൻറ്റേഡ്. പ്രിമിറ്റീവിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു സിമ്പിൾ. സെൻറ്റേഡ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ABC എന്ന് കൊടുക്കാം. 1 ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ഷോർട്ടായിട്ട് എഴുതിയാൽ BCC. 2 ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ദാറ്റ് ഈസ് FCC. Third one end centered cubic unit cell, that is ECC. The unit cell can be classified as primitive and centered. ഇനി പ്രിമിറ്റീവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ഈ ക്ലാസിഫിക്കേഷൻ 3 മാർക്ക് ചോദ്യപേപ്പറിൽ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രിമിറ്റീവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ
യൂണിറ്റ് സെല്ലിൻ്റെ 8 കോർണറിൽ മാത്രം പാർട്ടിക്കിൾ ഉണ്ടാവും. പാർട്ടിക്കിൾ പ്രസൻറ്റ് ഓൺലി അറ്റ് 8 കോർണേഴ്സ്. 8 കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ അടുത്ത 8 പേരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു പോർഷനിൽ 1/8 വരും. അപ്പോൾ 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് പ്രിമിറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ. 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി സെൻറ്റേർഡ് പറയുമ്പോൾ സെൻറ്റേർഡ് 3 പറഞ്ഞു. ഒന്ന് ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡ് പറഞ്ഞാൽ 8 കോർണറിലും പാർട്ടിക്കിൾ ഓൾറെഡി ഉണ്ട്. കൂടാതെ യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിൽ കൂടി ഒരെണ്ണം വരും. അപ്പോൾ 8 കോർണറിലുള്ളതിനെ നമുക്ക് 1/8 8 × 1/8 എന്ന് എഴുതാം. പ്ലസ് ഷെയർ ചെയ്യാതെ ഒരെണ്ണം കൂടി വരുമ്പോൾ അതാണ് 1 കൂടെ വന്നു. ധാരമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ട് 1 അവിടെ തന്നെ എഴുതി. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ 2. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രോബ്ലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരും. മൂന്നാമത്തേത് ഫേസ് സെൻറ്റേർഡ്. പാർട്ടിക്കിൾ പ്രസൻറ്റ് 8 കോർണേഴ്സ്. 8 കോർണേഴ്സ് എന്തായാലും ഉണ്ടാവും. കൂടാതെ 6 ഫേസസ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ 6 ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ 6 ഫേസിൻ്റെ സെൻറ്ററിലുണ്ടായി. ഓരോ ഫേസിൻ്റെ സെൻറ്ററിൽ ഓരോന്ന്. അപ്പോൾ ഒരു ഫേസിൻ്റെ സെൻറ്ററിലുള്ളത് അടുത്ത യൂണിറ്റ് സെല്ലുമായി ഷെയർ ചെയ്യുമ്പോൾ ആ ഫേസിൽ വരുന്നത് 1/2 ആയിരിക്കും. നമുക്ക് എന്താ 8 × 1/8 ഓൾറെഡി അവിടെയുണ്ട്. പ്ലസ് 6 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ FCC ഈസ് ഈക്വൽ ടു 4. എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡ് മീൻസ് 8 കോർണറിലും പാർട്ടിക്കിളുണ്ട്. കൂടാതെ എനി 2 ഓപ്പോസിറ്റ് ഫേസസ്. ഏതെങ്കിലും 2 എതിർവശങ്ങളിൽ മാത്രം. എല്ലായിടത്തും അല്ല. ഒരു ഫേസിലുണ്ട്. അതിന് നേർ ഓപ്പോസിറ്റ് ഒരു ഫേസിൽ കൂടിയേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം 8 × 1/8 പ്ലസ് 2 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഈ കാൽക്കുലേഷൻ നമുക്ക് വളരെ ആവശ്യമാണ്. പ്രിമിറ്റീവ് വന്നാൽ 1, ബോഡി സെൻറ്റേർഡ് വന്നാൽ 2, FCC വന്നാൽ 4, ECC വന്നാൽ 2. അപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഈ ക്ലാസിഫിക്കേഷൻ ഇവരുടെ പിക്ചർ കൂടി പറയാം. പ്രിമിറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രിമിറ്റീവ് വരുമ്പോൾ 8 കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾ പ്രസൻ്റ് ആയിരിക്കുന്നത്. പാർട്ടിക്കിൾ പ്രസൻറ്റ് ഓൺലി 8 കോർണേഴ്സ്. ഇതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് സെൻറ്റേർഡ്. സെൻറ്റേർഡിനെ നമുക്ക് 3ആയിട്ട് പറയാം. ഒന്ന് ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡ് പറഞ്ഞാൽ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട്. 8 കോർണറിലും ഉണ്ട്. കൂടാതെ യൂണിറ്റ് സെൽ ബോഡിയുടെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ. അപ്പോൾ അതിനെ നമുക്ക് പറയാം ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫേസ് സെൻറ്റേർഡ് വരുമ്പോൾ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാകും. പാർട്ടിക്കിൾ പ്രസൻറ്റ് 8 കോർണേഴ്സ്. ഓൾസോ പ്രസൻറ്റ് സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ്. ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധ്യമാവും. സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ്. ലാസ്റ്റ് വൺ എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡ് വരയ്ക്കുമ്പോൾ പാർട്ടിക്കിൾ പ്രസൻറ്റ് 8 കോർണേഴ്സ് ആൻഡ് പാർട്ടിക്കിൾ പ്രസൻറ്റ് 8 കോർണേഴ്സ് ആൻഡ് എനി 2 ഓപ്പോസിറ്റ് ഫേസസ്. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസുകളിലും. ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായി എത്തും വരെ എല്ലാവർക്കും ശുഭദിനം.